ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. വെളിപാട് പുസ്തകത്തിലെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, 6-ാം ഭാഗത്തേക്ക്. ആദ്യത്തെ ദർശനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് ചിന്തിക്കുന്നതിന് ആമുഖമായി ഒരു കാര്യം നിങ്ങളുമായി സംവദിക്കാം എന്ന് വിചാരിക്കാം. എന്തിനാണ് ഈ വെളിപാട് ഗ്രന്ഥം ഇങ്ങനെ പഠിക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചികഞ്ഞറിയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ലോകത്ത് ജീവിക്കേണ്ടതിനും ജീവിത സാഹചര്യങ്ങളെ നേരിടേണ്ടതിനും ആധുനികമായ അറിവ് സമ്പാദിക്കേണ്ടതിന് പകരം എന്തിനാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതുകൊണ്ട് എന്ത് ഗുണമാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക? ഇത് നിങ്ങൾക്കുണ്ടാകുന്ന സംശയം മാത്രമല്ല, പറയുന്ന എനിക്കും പലപ്പോഴും ഉണ്ടായിട്ടുള്ള സംശയമാണ്. വെളിപാട് ഗ്രന്ഥം പഠിച്ചിട്ടാണോ ഇനി വിശ്വാസം ശക്തമാകേണ്ടത്? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് എന്താണ് മെച്ചം? മനുഷ്യൻ ബഹിരാകാശത്ത് പോയി 9 മാസക്കാലം ജീവിച്ച് തിരിച്ചു വന്ന ആധുനികമായ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ മനുഷ്യനെ പിറകോട്ടടിക്കുന്ന പ്രവൃത്തിയല്ലേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ തഴങ്ങുന്നത് എന്ന് ചിന്തയുണ്ടാകും. വാസ്തവത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് ഈ ആധുനികമായ വിജ്ഞാനത്തെ തള്ളണം എന്ന നിലയ്ക്കല്ല. അതല്ലെങ്കിൽ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയത്നങ്ങൾക്കിടയ്ക്ക് ഇത്തരം ചിന്തകളിലൂടെ കടന്നു പോകുന്നത് ഒരു മതാന്ധതയിലേക്ക് കൊണ്ടുപോകാൻ കാരണമാകില്ലേ എന്ന ചിന്തയും സ്വാഭാവികമായിട്ടുണ്ടാകും. എന്നാൽ ഭൗതിക ജീവിതത്തിൽ നമ്മൾ മുന്നേറുമ്പോഴും നമ്മെ പിന്നോട്ടടിക്കുന്ന യാഥാസ്ഥിതികതയുടെയും അന്ധവിശ്വാസത്തിന്റെയും ഒരു ലോകം വളർന്നു വരികയാണ്. അത്തരത്തിൽ വളർന്നു വരുന്നൊരു സാഹചര്യത്തിൽ 1 കൊരിന്ത്യർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാകണം. മനുഷ്യനെ ദൈവം എങ്ങനെയാണ് കരുതുന്നതെന്നും എന്താണ് അവനിലൂടെ ആഗ്രഹിക്കുന്നതെന്നും എന്താണ് മനുഷ്യ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റുകയെന്ന് നമ്മൾ അറിയണം. ശാസ്ത്ര സാങ്കേതികതകൾ പുരോഗമിക്കുമ്പോൾ ആ പുരോഗമനത്തെ തടയാനോ അല്ലെങ്കിൽ അതെല്ലാം പ്രധാനപ്പെട്ടതല്ലെന്ന് പറയാനോ വേണ്ടിയല്ല, നാം നേടുന്ന അറിവുകളും ലൗകിക വിജ്ഞാനവും ലോക സാധ്യതകളുമെല്ലാം കൂടുതൽ സ്നേഹപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കണം. ധൈര്യമുള്ള മനുഷ്യരായി നമ്മൾ മാറുകയും ചെയ്യണം. അന്ധവിശ്വാസങ്ങൾ നമ്മെ കെട്ടിയിടുന്നു. പലപ്പോഴും വചനത്തെ സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ, വിശ്വാസ സംബന്ധമായ വീഴ്ചകളൊക്കെ ജീവിതത്തെ പിറകോട്ടടിപ്പിക്കുന്നുണ്ട്. വ്യക്തിതലത്തിലും സാമൂഹ്യതയിലും നാം അറിവാർജിക്കുന്ന അന്വേഷണ മാർഗമായ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ഒക്കെ പിന്നോട്ടടിക്കുന്നതായി കാണുന്നു. വളരെയധികം വിവരമുണ്ടെന്ന് കരുതുമ്പോഴും അല്പം പോലും മനുഷ്യസ്നേഹമില്ലാത്തവരും പരസ്പരം കരുതാനാകാത്തവരുമായി നമ്മൾ വീണു പോകുന്നു. അവിടെ മനുഷ്യന്റെ ആന്തരികത ഇങ്ങനെ തകർന്നു പോകുമ്പോൾ അവന്റെ ജീവിതം തന്നെയാണ് തകരുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നതിനെ കുറിച്ച് റീൽ ചെയ്തായിരുന്നു. അത് എക്സോസിസം പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഭൂതോച്ചാടനം എന്ന വിഷയത്തെ പഠിക്കുന്ന കാര്യത്തിൽ. എന്തിനാണ് ഭൂതോച്ചാടനം പഠിക്കുന്നത്? എല്ലാവരും ഭൂതോച്ചാടകരാകാനാണോ? പിശാച് നിറഞ്ഞാടുന്നത് കൊണ്ട് ഇനി ഇത് പഠിച്ചാലേ രക്ഷകളെന്ന് കരുതിയിട്ടാണോ? അല്ല. പൈശാചികതയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകളും ഭയങ്ങളും പലപ്പോഴും നമ്മെ വീഴ്ത്തുന്നു. ദൈവത്തിന് സമനായ ഒരാളാണ് പിശാച് എന്ന ധാരണ പുലരുന്നു. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴും പിശാചിനെ ഭയക്കുന്നു. അങ്ങനെ ഭയക്കുന്നത് മൂലം അന്ധവിശ്വാസങ്ങളിൽ പെടുന്നു. വിവരമുണ്ടെന്ന് കരുതുന്നവർ പോലും ഈ തെറ്റായ പ്രയോഗങ്ങളിൽ പോയി കുടുങ്ങുന്നു. അങ്ങനെ ജീവിതം അന്ധമായി പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ അന്വേഷണാത്മകമായ ത്വരയും നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ ഭൗതിക ജീവിത നേട്ടങ്ങളിലേക്ക് ചുവടുവയ്ക്കാനുള്ള കരുത്ത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ആത്മീയ സ്വാതന്ത്ര്യമാണ്, വിമോചനമാണ് നമുക്കുള്ളതെന്ന ബോധ്യം നമുക്ക് വളർന്നില്ലെങ്കിൽ നിശ്ചയമായി നമ്മൾ വീണുപോകും. അതുകൊണ്ടാണ് ഓൺലൈനിൽ ഭൂതോച്ചാടനം, സത്യവും യുക്തിയും വിശ്വാസവും എന്ന വിഷയത്തെ സംബന്ധിച്ച ഒരു കോഴ്സ് ചെയ്യാൻ നമ്മൾ ആരംഭിക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ ചെയ്യാനും കാര്യമുണ്ട്. കാരണം നമ്മൾ എപ്പോഴെങ്കിലും 5 ദിവസം പോയി ധ്യാനിച്ച് എവിടെയെങ്കിലും ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ കേട്ട് മറുപടി ഒന്നും പറയാനാവാതെ സംശയങ്ങളൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് വീണ്ടും തിരികെ പോരുന്ന പ്രവൃത്തിയിലേക്ക് പോകുന്നതുകൊണ്ട് വ്യക്തമായൊരു ധാരണയിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ല. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചൊരു കാലത്ത് ആ സാങ്കേതിക വിദ്യകളിലൂടെ ദൈവവചനം നൽകാൻ കഴിഞ്ഞാൽ,
അല്ലെങ്കിൽ ഈ വെളിച്ചം നൽകാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അതിനെക്കുറിച്ചുള്ള സംവാദാത്മകമായ ലോകം ഉണ്ടാകും. ആ ലോകത്തിന് കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ കോഴ്സ് ഭൂതോച്ചാടനം പഠിപ്പിക്കലല്ല, ഭൂതോച്ചാടനത്തെ സമഗ്ര മേഖലയിൽ പിശാച് ആരാണ്, എന്താണ് ഓജോ ബോർഡ്, നെഗറ്റീവ് എനർജി ഉണ്ടോ, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, സൈക്കോളജിക്കലായ പ്രശ്നം എന്താണ് ആത്മീയമായ പ്രശ്നം എന്നൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാലേ വ്യക്തമായി മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ ഇപ്പോഴും ഭയത്തിനടിമകളാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പാപത്തിൽ നിന്നും ഭയത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് രക്ഷയുടെ സ്വാതന്ത്ര്യം നമുക്ക് ക്രിസ്തു പകർന്നു തന്നു, സഭ നമുക്ക് നൽകുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ അബദ്ധങ്ങൾ കേൾക്കാനിടയാകുന്നു, അബദ്ധങ്ങളുടെ പുറകെ പോവാണ്, അനുഭവങ്ങളുടെ പുറകെ പോവാണ്. ഈ അനുഭവങ്ങളും സത്യവും തമ്മിലുള്ള ബന്ധം എന്താണ്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യങ്ങൾ വ്യക്തമായി അറിയുന്നത് ഉചിതമാണെന്നതുകൊണ്ടാണ് ഓൺലൈനായിട്ട് കോഴ്സ് ആരംഭിക്കുന്നത്. ആ കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീഡിയോകൾ നൽകും കുറച്ചു പേർക്ക്, എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ടെലഗ്രാമിൽ പുരോഗമിപ്പിക്കും. ആ ചർച്ചകൾക്കും ആവശ്യമായ മറുപടികൾ ടെലഗ്രാമിലൂടെ നൽകാവുന്നത് അങ്ങനെ നൽകും, അല്ലാത്തത് വീഡിയോ ആയിട്ട് നൽകും. അങ്ങനെ സ്വതന്ത്രമായി പോകാനാണ്. ഇത് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയല്ല. നമ്മളിത് ചെയ്യാൻ വൈകിയത് ഇതിനൊരു വെബ്സൈറ്റ് ആവശ്യമുണ്ട്, ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കേണ്ടതുണ്ട്. അതൊക്കെ വളരെയധികം ചിലവുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ചിലവുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയായതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് ഇപ്പോൾ ഇങ്ങനെ നൽകാൻ തീരുമാനിക്കുന്നത്. ഇങ്ങനെ നൽകുമ്പോഴും ഇത് വെറുതെ മറ്റുള്ളവർക്കായിട്ട് പാഴായി പോകാതിരിക്കാൻ ലിമിറ്റഡായ ആളുകൾ, പ്രത്യേകിച്ച് ആവശ്യമുള്ള താല്പര്യമുള്ള ആളുകൾക്ക് അത് നൽകാം. അപ്പോൾ അവരത് പിന്നീട് അവരുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും സംഭാഷണത്തിലും ഒക്കെ അത് ഉൾപ്പെടുത്തും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ അവർക്കും കഴിയും. അങ്ങനെ വളർച്ച ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു കോഴ്സ് ചെയ്യുന്നത്. ആ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നിശ്ചയമായിട്ടും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അതെങ്ങനെയാണ് ചെയ്തു തരാൻ കഴിയുക എന്നതിനെക്കുറിച്ച് പറയും. ഞാനത് പറഞ്ഞു വന്നത്, നമ്മൾ യേശു ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് പഠിക്കുകയും അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തെ സമഗ്രമായി മനസ്സിലാക്കുകയും ക്രിസ്തു എന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇതൊന്നും പഠിക്കാതെ യേശു ക്രിസ്തുവിൽ നമുക്ക് വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ലളിതമായിട്ടും പോകാം. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പാതി അറിവുകളും അടഞ്ഞ അധ്യായങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം അതുകൊണ്ട് യേശുവിനെക്കുറിച്ച് പറഞ്ഞ് സുവിശേഷം പറഞ്ഞത് വീണ്ടും പറഞ്ഞ് പഴയ നിയമം പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അറിയാതെ നമ്മൾ തെറ്റിലേക്ക് പോകും. കേട്ട ഒരു കഥയിൽ ഇങ്ങനെയുണ്ട്, ഒരിടത്തൊരു ആന ചത്തെന്ന് കേൾക്കുകയാണ്. ആന ചത്തെന്ന് കേൾക്കുമ്പോൾ കാണാനായിട്ട് പോകുന്നു. കുറെ കൂടി മുൻപോട്ട് പോകുമ്പോൾ ആളുകളോട് ചോദിക്കുന്നു, അവിടെ ആന ചത്തിട്ടുണ്ടോ? ഓ, അത് ആനയൊന്നുമല്ല, അതൊരു എരുമയാണ് എന്ന് പറയും. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു എരുമ ചത്തെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന് എതിരെ വരുന്ന ആളോട് ചോദിക്കും. അപ്പോൾ ആൾ പറയും, എരുമയൊന്നുമല്ല, അതൊരു നായാണ്. അങ്ങനെ കുറേയും കൂടി അടുത്തേക്ക് ചെല്ലുമ്പോൾ ആളുകളെ കാണും. കണ്ടുമുട്ടുമ്പോൾ ചോദിക്കും, ഒരു നായ അവിടെ ചത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ റോഡിൽ. ഇല്ല, അത് ഒരു എലിയാണ്. കുറച്ചുകൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ പറയാണ്, അത് ഒരു ചോറാണ്. ചെന്ന് നോക്കുമ്പോഴാണ് ഒരു കറുത്ത ചോറാണ്. ഒരു കറുത്ത ചോറ് വളർന്ന് ദൂരെ എത്തുമ്പോൾ ആനയായിട്ട് മാറും. സുവിശേഷം പറഞ്ഞ് വിശ്വാസത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് പറഞ്ഞ് അവസാനം ചെല്ലുമ്പോൾ അടിമത്തത്തിലേക്ക് ചെല്ലുന്നു, പഴയ നിയമത്തിൽ കെട്ടപ്പെടുന്നു. അങ്ങനെ ഒരു മതബോധത്തിൻ്റെ അകത്ത് അടഞ്ഞ അധ്യായമായി അടിമയെപ്പോലെ ജീവിക്കുന്നവരായിട്ട് വിശ്വാസികൾ മാറും. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാനായിട്ട് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ അറിവുകൾ. അതുകൊണ്ടാണ് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. അത് ശ്ലീഹ പറഞ്ഞൊരു കാര്യം ഓർക്കണം, ആത്മീയദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകണം. നമ്മെ സ്വതന്ത്രരാക്കാൻ ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചെന്നും അവൻ നമ്മെ വീണ്ടെടുത്തുവെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് മാനുഷിക വിമോചനത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവിക മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് കഴിയൂ. അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് വിവരിക്കുന്നത്. സുവിശേഷത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന്, എഴുതുന്നതിൻ്റെയൊക്കെ ലക്ഷ്യവും ആത്യന്തിക ഫലവും എന്താണെന്ന് യോഹന്നാൻ ശ്ലീഹ സുവിശേഷത്തിൽ പറയുന്നുണ്ട് 20:31. ഇവയൊക്കെ തന്നെ എഴുതിയിട്ടുള്ളത് യേശു ദൈവപുത്രനാണ് നിങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കാനുമാണ്. യോഹന്നാൻ 21:25 യേശു ചെയ്ത പ്രവൃത്തികളെല്ലാം കൂടി എഴുതിയിരുന്നെങ്കിൽ ലോകത്തിന് അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അത്രയും അധികമുണ്ട്. അതെല്ലാം കൂടി എഴുതിയിരുന്നെങ്കിൽ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ഈ ലോകം ക്രിസ്തുവിനെ തിരിച്ചറിയണം, നാം ഓരോരുത്തരും ക്രിസ്തുവിനെ തിരിച്ചറിയണം, സ്വാതന്ത്ര്യം പ്രാപിക്കണം. അങ്ങനെ മാനുഷികതയുടെ പരിമിതികൾക്കകത്ത് നിന്ന് പുറത്ത് കിടക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഹൃദയഭാവന ഉണരണം. മനുഷ്യസ്നേഹം,
പ്രഘോഷിക്കപ്പെടണം എന്നതാണ് യഥാർത്ഥത്തിൽ സുവിശേഷ പ്രഘോഷണത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഈ പാഠഭാഗത്ത് നമ്മൾ എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ വെളിപാടിനെ കുറിച്ച് നമ്മളിങ്ങനെ പഠിക്കേണ്ടതുള്ളോ, ഇതിലാണോ കാര്യം ഇരിക്കുന്നത്, ഇത് പഠിച്ചിട്ട് എന്ത് നേടാനാണ് എന്ന് സ്വാഭാവികമായി തോന്നാം. വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത് ദൗത്യത്തെ സംബന്ധിച്ചാണ്. ഇതിപ്പോൾ 6-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അവിടെ നമ്മൾ ദർശനത്തെക്കുറിച്ചാണ് പറയുന്നത്. വെളിപാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ, ആ തിരുവചനങ്ങൾ എടുത്തിട്ടാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. എന്താണ് യോഹന്നാൻ കണ്ട ദർശനം, എന്താണ് ആ കണ്ടതിൻ്റെ അർത്ഥം, അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. 11-ാം തിരുവചനത്തിൽ നമ്മൾ കണ്ടത് കേൾക്കുന്നതെല്ലാം എഴുതുക, കാണുന്നതൊക്കെ എഴുതുക, എന്നിട്ട് സഭകൾക്ക് അയച്ചു കൊടുക്കുക എന്ന നിർദ്ദേശമാണ്, ദൗത്യം ഏൽപ്പിക്കുന്ന. അങ്ങനെ ഈ സ്വരം കേട്ട ഭാഗത്തേക്ക് യോഹന്നാൻ നോക്കാം. നമ്മൾ സ്വരം കേട്ട തിരിഞ്ഞു നോക്കുമല്ലോ. അപ്പൊ പുറകിൽ നിന്നാണ് സ്വരം കേട്ടത്, യോഹന്നാൻ തിരിഞ്ഞു നോക്കാം, അത് കാണാൻ നോക്കാം. സംസാരത്തിന്റെ ഉറവിടം, ആ ശബ്ദത്തിന്റെ ഉറവിടം കാണുക, കേട്ട് കണ്ട് കൊണ്ട് അറിയുക, അനുഭവതലത്തിലേക്ക് വരിക. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ യോഹന്നാൻ കാണുന്നത് ഒരു ദർശനമാണ്. യോഹന്നാൻ കാണുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞ ആളെയല്ല, ആ സ്വരത്തിന്റെ ഉറവിടമല്ല. പുറകിലേക്ക് നോക്കുമ്പോൾ ഒരു ദർശനം ആരംഭിക്കാം. 7 ദീപപീഠങ്ങൾ. ഇതിനോട് സമാനമായ ഏകദേശം രൂപമുള്ളൊരു കാര്യം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ 31 മുതൽ 37 വരെ തിരുവചനങ്ങളിൽ കാണാം. അവിടെ 7 ദീപപീഠങ്ങളല്ല, 7 വിളക്കുകാലുകളല്ല, 7 വിളക്കുകളുള്ള ഒരു വിളക്കുകാൽ. അതാണ് മോശയുടെ രേഖപ്പെടുത്തലിലുള്ളത്. മോശയുടെ കാലം മുതൽ പിന്നീട് അറിയപ്പെടുന്നത് ഇസ്രായേലായിട്ടാണ്, വിശുദ്ധ ജനമായിട്ടാണ്. ഇവിടെ ബിസി യോഹന്നാനിലെ കാണുന്നത് 7 വിളക്കുകാലുകളാണ്. ഇത് 7 സഭയുടെ പ്രതീകങ്ങളാണ്. വെളിപാട് 1:20 അത് പറയുന്നുണ്ട്. യേശു തന്നെ വെളിപ്പെടുത്തുന്നത് യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്നാണ്. അതുകൂടാതെ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാം 13-14 തിരുവചനങ്ങളിൽ നിങ്ങൾ ലോകത്തിലെ പ്രകാശമാണ്. അപ്പൊ സഭ ലോകത്തിലെ പ്രകാശമാണ് എന്ന അടയാളമാണ് 7 വിളക്കുകാലുകളിലൂടെ ദ്യോതിപ്പിക്കുന്നത്. അഥവാ കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ, പ്രകാശിക്കാതെ ലോകത്ത് നമുക്ക് നമ്മെ തന്നെ വെളിപ്പെടുത്താൻ കഴിയില്ല. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാണ് സഭയുടെ ദൗത്യം, നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. നാം എല്ലാം പ്രകാശിക്കണം, ക്രിസ്തുവിൽ പ്രകാശിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ വിളക്കുകാലുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. തുടർന്നുള്ള 5 വാക്യങ്ങളിൽ മനുഷ്യപുത്രന്റെ ദർശനമാണ്. ഇപ്പോഴാണ് മനുഷ്യപുത്രനെ കാണുന്നത്. ഈ മനുഷ്യപുത്രനെ കാണുമ്പോൾ ആ ദർശനങ്ങളിൽ കണ്ട രൂപത്തിൽ മനുഷ്യപുത്രനെ ചിത്രീകരിക്കാനുള്ള ഒരു പ്രലോഭനം നമുക്കുണ്ടാവും. ഇങ്ങനെയൊക്കെ മനുഷ്യപുത്രനെ കാണാനുള്ളൊരു പ്രേരണ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലൂടെ പ്രതീകവൽക്കരിക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്ത ഉണ്ടാവണം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഓരോ അടയാളങ്ങളും, മനുഷ്യപുത്രന്റെ രൂപത്തിൽ കാണുന്നതിനുള്ള ഓരോ കാര്യങ്ങളും എന്തിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മിൽ ഉണർത്തേണ്ടത് എന്ന കാര്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ അത് ചിത്രീകരിക്കാനുള്ളൊരു വ്യഗ്രതയിലേക്കല്ല. സ്വാഭാവികമായി നമ്മളിതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഭാവനാ സങ്കല്പത്തിൽ ഇത്തരമൊരു രൂപമൊക്കെ ഒരു വേണമെങ്കിൽ രൂപപ്പെട്ടേക്കാം. അപ്പം നമ്മളെ ദർശനമായിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്തേക്കാം. നമ്മൾ ഈ വായിച്ചു കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ വളരെ പ്രഭയുള്ള മേലങ്കി, അരപ്പട്ട, ഉരുകിയ പിത്തള പോലുള്ള കാലുകൾ, നരച്ച തലമുടി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ അതനുസരിച്ചുള്ള ചിത്രം നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടേക്കാം. ആ ചിത്രത്തിലേക്കല്ല പോകേണ്ടത്. ഇങ്ങനെ ഓരോ അടയാളങ്ങൾ പറയുന്നതിലൂടെ, വിവരിക്കുന്നതിലൂടെ യോഹന്നാൻ കാണുന്ന ദർശനം എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, എന്താണ് അതിലൂടെയൊക്കെ ബോധ്യമാക്കി തരുന്നത് എന്ന കാര്യത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്ന് ഓർക്കണം. വെളിപാട് 1:13 കാണുന്ന മനുഷ്യപുത്രൻ, ആ മനുഷ്യപുത്രൻ ദാനിയേൽ പ്രവചനം 7:13 ബന്ധപ്പെട്ട ഒരു കാഴ്ചയാണ്. അങ്ങനെ കാണുമ്പോൾ മഹത്വീകൃതമാകുന്ന ദൈവജനത്തിന്റെ അടയാളമായിട്ടും യേശുക്രിസ്തുവായിട്ടും നമുക്ക് കാണാൻ കഴിയണം. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ എപ്പോഴും പറഞ്ഞിരുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. ഈ മനുഷ്യപുത്രൻ എന്ന് യേശു ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ദൈവപുത്രൻ എന്നല്ലേ പറയേണ്ടത്. മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ഒരു സംജ്ഞ നിരന്തരമായി യേശു ഉപയോഗിക്കുന്നത് താൻ മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്നു എന്നതിലൂടെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നവനായി മാറുന്നു. താൻ കുരിശിൽ മരിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവികതയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ മനുഷ്യപുത്രൻ
ദൈവികതയിലേക്ക് പ്രവേശിക്കുന്നു, ദൈവമായി മാറുന്നു. ഇങ്ങനൊരു പ്രോസസ്, ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിലും കൂടി സംഭവിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ മാനുഷികതയിൽ നിന്ന് ദൈവികതയിലേക്ക് ഉയർത്തപ്പെടുന്നതിൻ്റെ ഒരു വഴിയായി ക്രിസ്തുജനനവും മാനുഷികമായ ജീവിതവും അവിടുത്തെ കുരിശുമരണവും ഉദ്ധാനത്തിലുള്ള മഹത്വത്തിലേക്കുള്ള പ്രവേശനവും വരുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഒരു മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്, മാനുഷികതയുടെ പരിമിതികളെ ലംഘിച്ച് ദൈവികതയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് ഈ മനുഷ്യപുത്രൻ എന്ന് ദർശനത്തിൽ പറയുന്നത്. വെളിപാട് 1:7 ഇതിനു മുന്നോടിയായി ഇതാ വാനമേഘങ്ങളിലൂടെ അവൻ വരുന്നു എന്ന് പറയുന്നൊരു പ്രയോഗവും മുൻപ് നമുക്ക് കാണാൻ കഴിയും. ദൈവിക മഹത്വം മാറ്റിവെച്ച് മനുഷ്യനായി ഭൂമിയിൽ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടവനായി ക്രിസ്തു വന്നു. ഫിലിപ്പർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 6 മുതൽ 8 വരെ തിരുവചനങ്ങൾ നമുക്കത് കാണാം. യേശു ഭൂമിയിലേക്ക് വരുന്നത് തൻ്റെ ദൈവികതയെ നിഗൂഢമാക്കി വെച്ച് മനുഷ്യനായിട്ടാണ്. മനുഷ്യനായിട്ട് അങ്ങനെ വന്നത് മനുഷ്യത്വത്തെ ദൈവത്വത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്, മണ്ണിനെ വിണ്ണാക്കി മാറ്റാനാണ്. വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചത് മാംസത്തെ വചനമാക്കി മാറ്റാനാണ്. അങ്ങനെ ക്രിസ്തു നമ്മെ പുനരുദ്ധരിക്കുന്നു, അല്ലെങ്കിൽ നമ്മെ വീണ്ടെടുക്കുന്നു, നമ്മെ വിമോചിപ്പിക്കുന്നു, ദൈവികതയിലേക്ക് ഉയർത്തുന്നു എന്ന കാഴ്ചപ്പാടാണ് മനുഷ്യപുത്രൻ എന്ന പ്രയോഗത്തിലുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ നമ്മൾ ഓർക്കുമ്പോൾ മാത്രമേ നമ്മുടെ മാനുഷികത പരിമിതമായ ഒന്നല്ലെന്നും അത് ഭൂമിയിൽ കെട്ടപ്പെട്ടു പോകേണ്ട ഒന്നല്ലെന്നും അത് ദൈവികമായ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒന്നാണെന്നും നമുക്ക് ബോധ്യമുണ്ടാകുക. അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു മുടിഞ്ഞ ജന്മമാണ് എന്ന് കരുതി ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒന്നും പുരോഗമിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ദൈവത്താൽ പ്രത്യേകം നിയോഗിതനായ ഒരാളാണെന്നും നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും അത് ദൈവിക മഹത്വത്തിലേക്ക് പങ്കുചേരാനുള്ള വിളിയാണെന്നും ബോധ്യമുണ്ടാകുമ്പോഴാണ് നന്മയിൽ ചരിക്കാൻ നമുക്ക് പറ്റുക. നമ്മൾ കേവല മനുഷ്യത്വത്തിൽ നിന്ന് യഥാർത്ഥ മനുഷ്യത്വത്തിലേക്ക് ഉയരുന്നെങ്കിൽ മാത്രമേ മാനുഷികതയുടെ പരിമിതികളെ വിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്കും അഹങ്കാരത്തിനും ദ്രവ്യാസക്തിക്കും ഒക്കെ കീഴ്പ്പെട്ടായി പോകും നമ്മൾ. ആ കീഴ്പ്പെടൽ നമ്മെ വിമോചിപ്പിക്കുന്നത് നമ്മിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന ബോധ്യമാണ്. ഉദ്ധിതനായ ഒരുവൻ എൻ്റെ അകത്ത് വസിക്കുന്നു എന്നൊരു ബോധ്യം എത്രത്തോളം എന്നിൽ ബലപ്പെടുന്നുവോ അത്രത്തോളം മാത്രമേ എനിക്ക് നന്മയുടെ വഴിയിലേക്ക് മുന്നേറാൻ പറ്റൂ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് മനുഷ്യപുത്രൻ എന്ന ദർശനം യഥാർത്ഥത്തിൽ മാനുഷികതയെ ദൈവികതമായി കൂട്ടിയിണക്കുന്ന ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയൂ, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയൂ എന്ന് ഓർമ്മപ്പെടുത്തലാണ്. ഇനി പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, ഇത് പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു പ്രതീകം അതിൻ്റെ പിന്നിലുണ്ട്. അതൊരു പുരോഹിത വേഷമാണ്. പുറപ്പാട് 28:4 ലേവ്യരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 4-ാം തിരുവചനത്തിലും ഇപ്രകാരം പൗരോഹിത്യ വേഷത്തെ നമുക്ക് കാണാൻ പറ്റും. ആദ്യം മുതലേ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, യോഹന്നാൻ കാണുന്ന വെളിപാട്, ദർശനങ്ങൾ, അതെല്ലാം ഈ പഴയ നിയമ പശ്ചാത്തലത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. ആ പഴയ നിയമ പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ടും ആ പശ്ചാത്തലങ്ങളിലൂടെ അന്ന് കണ്ട കാര്യങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണമാകുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കും അത് നമ്മെ മഹത്വത്തിലേക്ക് എത്തിക്കുന്നു എന്ന ഭാവി പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും നമ്മെ നയിക്കുന്നതാണ് വെളിപാട് ഗ്രന്ഥം. അതുകൊണ്ട് സൂചന പഴയ നിയമത്തിൽ നിന്നാണ്. ആ സൂചന നമ്മെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ രാജകീയ പൗരോഹിത്യത്തിലേക്കാണ്, ക്രിസ്തുവിലേക്കാണ് എന്ന കാര്യം നമുക്ക് ഓർമ്മ വേണം. സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച രാജകീയ മഹത്വത്തിന്റെ പ്രതീകമാണ്. മാത്രമല്ല, സ്വർണം ഇഴചേർത്ത് ചിത്രപ്പണികളോടെ നെയ്ത ഇടക്കച്ച മാറോട് ചേർത്ത് ധരിക്കുന്നത് യഹൂദ പുരോഹിതന്മാരുടെ രീതിയായിരുന്നു എന്ന് ജോസെഫൂസ് എന്ന യഹൂദ ചരിത്രകാരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു പഴയ സങ്കല്പത്തെ അല്ലെങ്കിൽ പഴയ ഓർമ്മയെ, പൗരോഹിത്യത്തെ സംബന്ധിച്ച് ധാരണയെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ക്രിസ്തുവാണ് മഹാപുരോഹിതൻ. നമുക്ക് ആ മഹാപുരോഹിതന്റെ രാജകീയ ഗണത്തിൽപ്പെട്ടവരാണ്, രാജകീയ പുരോഹിത ഗണമാണ്. ആ ഒരു ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ദർശനത്തിന്റെ സാധ്യത നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതായിട്ട് മാറുക. യേശുവിനെ പ്രധാന പുരോഹിതനും രാജാവുമായി ചിത്രീകരിക്കുന്നത് ദാനിയേൽ 10:5 നമുക്ക് കാണാം. യഥാർത്ഥ പുരോഹിതനും രാജാവും യേശുവാണ്. യേശുവിൽ രാജത്വം എല്ലാം നീക്കം ചെയ്യപ്പെടുകയാണ്. ഭൗമികതയിലും എല്ലാ ആധിപത്യങ്ങളും അവസാനിക്കുക. യഥാർത്ഥ രാജാവ് ഐഹികമായ ഒരാളല്ലെന്നും സ്വർഗീയമായ അധികാരമാണ് യഥാർത്ഥത്തിലുള്ളതെന്നും മാനുഷികതയിൽ നാം എല്ലാം
ക്രിസ്തുവിനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും ആ ക്രിസ്തുവിലുള്ള പൗരോഹിത്യവും രാജത്വവും നമുക്കുണ്ടെന്നും ഓരോ മനുഷ്യനും ഇപ്രകാരം രാജത്വത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും പ്രവേശിക്കണം എന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അതിനകത്തുണ്ട്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിലായി തീരുമ്പോൾ നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനവുമായി മാറും. അപ്പൊ ഈ ദർശനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പൗരോഹിത്യത്തെയാണ്, ഈ രാജകീയ മഹത്വത്തെയാണ്. യഥാർത്ഥ രാജ്യത്വത്തെക്കുറിച്ചും യഥാർത്ഥ പ്രവാചക ദൗത്യത്തെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുന്ന ദർശനമാണ് യോഹന്നാൻ ശ്ലീഹ വെളിപാട് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്. വെളിപാട് 1:14 ഈ മനുഷ്യപുത്രന്റെ രൂപത്തെ വിശദീകരിക്കുമ്പോൾ തൂമഞ്ഞു പോലെ വെളുത്ത മുടിയുള്ള ഒരാൾ. ഇത് ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു വിശേഷണമാണ്. ദാനിയേൽ 7:9 സിംഹാസനാരൂഢനായ ദൈവത്തെ കാണുമ്പോൾ ഈ മഞ്ഞുപോലെ വെളുത്ത മുടി, അത് പുരാതനായവൻ എന്ന് പറയാനാണ്, എന്നേക്കുമുള്ളവൻ, നിത്യനായവൻ. ആ നിത്യനായവൻ തന്നെയാണ് മനുഷ്യപുത്രൻ. യഥാർത്ഥ ദൈവം യേശുവാണ് എന്ന് പറയുകയും ദൈവത്തിന്റെ ഈ ചിരപുരാതനമായ നിലനിൽപ്പിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മഞ്ഞുപോലെ വെളുത്തതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, യേശയ്യ 1:18 പറയുന്നുണ്ട്, തൂമഞ്ഞുപോലെ വെളുപ്പിക്കും. മഞ്ഞുപോലെ വെളുക്കുക എന്ന് വെച്ചാൽ പരിശുദ്ധിയെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ പരമപരിശുദ്ധനായ ഒരുവനാണ് മനുഷ്യപുത്രനെന്നും ചിരപുരാതനായവനാണ് മനുഷ്യപുത്രനെന്നും കാണിക്കാൻ വേണ്ടിയാണ് വെളുത്ത തലമുടി, മഞ്ഞുപോലെ വെളുത്ത മുടിയുള്ള ഒരാളായിട്ട് മനുഷ്യപുത്രനെ കാണുന്നത്. വെളിപാട് 1:14 രണ്ടാം പകുതിയിൽ നമ്മൾ കാണുന്നത് മനുഷ്യപുത്രന്റെ കണ്ണുകളെ കുറിച്ചാണ്. തീജ്വാലകൾ പോലെയുള്ള നയനങ്ങൾ. ദാനിയേൽ 10:6 ഇവിടെ നമുക്ക് കാണാൻ കഴിയുക, തീജ്വാല പോലുള്ള നയനങ്ങൾ. ഈ തീജ്വാല പോലെ ചൂഴ്ന്നിറങ്ങുന്ന നയനങ്ങൾ, അതായത് എല്ലാം അറിയുന്ന, എല്ലാ നിഗൂഢതകളെയും മറികടക്കുന്ന കണ്ണുകൾ. യേശു സർവജ്ഞനായ ദൈവമാണ്, ദൈവം സർവജ്ഞാനിയാണ്. ആ സർവജ്ഞാനിത്വത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഈ നയനങ്ങൾ, തീജ്വാല പോലെയുള്ള നയനങ്ങൾ എന്ന് പറയുന്നത്. എല്ലാറ്റിനെയും ഗ്രസിക്കുന്ന, എവിടെയും എത്തിച്ചേരുന്ന, ഒന്നും അവിടുത്തെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്നില്ല. എല്ലാം അനാവൃതമാകുന്ന ഒരിടമാണ് ദൈവത്തിന്റെ കണ്ണുകൾ എന്ന് ഉദ്യോതിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയണം, മനുഷ്യപുത്രനെ കാണാൻ കഴിയണം. യോഹന്നാൻ ശ്ലീഹ കാണുന്ന മനുഷ്യപുത്രനിലൂടെ ഇത് വെളിപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ സർവജ്ഞാനിത്വം അവിടെ വെളിപ്പെടുന്നു. ദൈവം എല്ലാ നിഗൂഢതകളും അറിയുന്നവനാണ്. എല്ലാം അവിടുത്തെ സന്നിധിയിൽ അനാവൃതമാണ്. സർവജ്ഞാനം ഉള്ളവനാണ് ദൈവം. ആ ദൈവം യേശുവാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ രണ്ടാം ഭാഗം നിൽക്കുന്നത്. വെളിപാട് 1:15 പറയാണ്, പാദങ്ങൾ ഉരുകിയ പിത്തള പോലെ. എന്താണ് ഉരുകിയ പിത്തള പോലെയുള്ള പാദങ്ങൾ? ദാനിയേൽ 10:6 വ്യാഖ്യാനമാണത്. ദാനിയേൽ 10:6 ദാനിയേൽ പ്രവാചകൻ കാണുന്ന ദർശനവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഉരുകിയ പിത്തള പോലെ? പിത്തള പോലെ എന്ന് വെച്ചാൽ ഉറപ്പുള്ള പാദം, സ്ഥിരതയെ സൂചിപ്പിക്കാനാണ്. ദൈവം സ്ഥിരമായ ഒന്നാണ്. അതേസമയം ഉരുകിയ പോലെ, തിളക്കം പറയുന്നതിനെ കുറിച്ചാണ്, വേഗതയെ പറയാൻ വേണ്ടിയാണ്. പ്രകാശമാണ് വേഗത. അപ്പൊ പ്രകാശമാകുന്ന വേഗതയിൽ, തിളങ്ങുന്ന വേഗതയിലുള്ള, നമ്മുടെ സഹായത്തിനെത്താൻ വൈകുകയില്ല, അവൻ നമ്മോട് കൂടെയുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വേഗതയെ സൂചിപ്പിക്കുന്നത്. എന്നാൽ നിത്യനായവനാണ്, സ്ഥിരമായതാണ് ദൈവത്തിന്റെ അസ്തിത്വം എന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ പിത്തള പോലെ, പിത്തള ഉറപ്പിനെയാണ് കാണിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടണം. നിത്യനായവനാണ്, പുരാതനായവനാണ്, അവൻ എന്നേക്കും എവിടെയും എത്തിച്ചേരുന്നവനാണ്. ഹെബ്രായർ 13:8 പറയില്ല, യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരുവൻ തന്നെയാണ്, കാലഭേദമില്ലാതെ. പ്രകാശത്തിന്റെ വേഗതയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പൊ പ്രകാശം പോലെ വളരെ എളുപ്പത്തിൽ സമീപസ്ഥനാണ് ദൈവം എന്ന് പറയാം. അതിനുവേണ്ടി കൂടിയാണ് അവിടെ ഉരുകിയ പിത്തള പോലുള്ള പാദങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഒരു ചിത്രത്തിൽ ഉരുകിയ പിത്തള പോലെ കാല് വരച്ചു വെച്ചുകൊണ്ട് കാര്യമായില്ല. അതിന്റെ ഈ അടിസ്ഥാനപരമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. ദൈവം അങ്ങനെ സമീപസ്ഥനാണെന്നും അവൻ നിത്യനായവനാണെന്നും നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ രണ്ട് പ്രയോഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ദൈവം എങ്ങനെയായിരിക്കും സംസാരിക്കുക? ദൈവത്തിന്റെ സ്വരം ആജ്ഞാശക്തിയുള്ള സ്വരം. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സ്വരം. അങ്ങനെ ആജ്ഞാശക്തിയുള്ള സ്വരത്തെ കാണിക്കാൻ വേണ്ടിയാണ് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, ഇരമ്പൽ പോലെ. അവിടെ നമുക്ക് പഴയ നിയമത്തിന്റെ പ്രതീകാത്മകത കാണാൻ പറ്റും. സങ്കീർത്തനം 29:3-9 വരെയും എസെക്കിയേൽ പ്രവചനം 43:2 നമുക്കവിടെ കാണാൻ കഴിയും. സകല സൃഷ്ടികളും അനുസരിക്കുന്ന സ്വരമാണ് അവിടുത്തേത്.
സൃഷ്ടിപരമായ ശബ്ദമാണ് അവിടുത്തേത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന, സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ് ദൈവത്തിന്റെ ആജ്ഞാസ്വരം. പ്രകൃതിയുടെ മേലെ അത്തരത്തിൽ യേശു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് മർക്കോസ് സുവിശേഷത്തെ നമുക്ക് കാണാം. അവിടെ കാറ്റും കോളും ഉണ്ടാകുമ്പോൾ അടങ്ങുക, ശാന്തമാകുക എന്നവൻ പറയുമ്പോൾ പ്രകൃതി അനുസരിക്കും. ആജ്ഞാസ്വരമാണ്. അത് പറയാൻ വേണ്ടിയാണ് പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയുള്ള ശബ്ദമെന്ന് പറയുന്നത്. മനുഷ്യപുത്രന്റെ കയ്യിൽ 7 നക്ഷത്രങ്ങൾ, അത് 7 സഭകളാണെന്ന വ്യാഖ്യാനം വെളിപാട് 1:20 പറയുന്നുണ്ട്. അതോടൊപ്പം സർവപ്രപഞ്ചത്തെയും കയ്യിലൊതുക്കുന്ന, യെശയ്യാ പ്രവചനം 40:12 പറയുന്നത് പോലെ സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ കയ്യിലൊതുക്കുന്ന, ഞാണിലൊതുക്കുന്ന ദൈവം, എല്ലാറ്റിന്റെയും ഉടയവനായ സൃഷ്ടാവും പരിപാലകനുമായ ദൈവം, ആ സമഗ്രതയെ കാട്ടാൻ വേണ്ടിയാണ് 7 നക്ഷത്രങ്ങൾ. യോഹന്നാൻ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ നമുക്കത് കാണാം. എല്ലാം അവനിലൂടെ ഉണ്ടായി, സമസ്തം അവനിലൂടെയാണ്. ഈ സമസ്തത്തെയും സൂചിപ്പിക്കുന്ന, സമസ്തത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനാണെന്ന സത്യത്തെ പ്രകാശിപ്പിക്കുന്നവയാണ് 7 നക്ഷത്രങ്ങൾ. ഇനി മനുഷ്യപുത്രന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇരുതലവാൾ. ഇരുതലവാളിനെ കുറിച്ച് 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചരിത്രപരമായ ഒരു കാര്യം അതിനകത്തുണ്ട്. റോമാ സാമ്രാജ്യത്തിൽ മരണശിക്ഷ വിധിക്കാനുള്ള അധികാരം എന്ന നിലയ്ക്ക് ഉപയോഗിക്കപ്പെട്ടൊരു കാര്യമാണ് വാൾ. മരണശിക്ഷ നടപ്പാക്കുന്ന വാൾ ഉപയോഗിച്ചാണ്. അപ്പൊ അങ്ങനെ വാൾ ഉപയോഗിക്കുമ്പോൾ വാളിന്റെ അധികാരം എന്നൊരു പ്രയോഗം റോമയിലുണ്ടായിരുന്നു. ഹെബ്രായർ 4:12 പറയും, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ്, ചേതനയും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചിറങ്ങി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അങ്ങനെ ഇരുതിരുവാളിന്റെ മൂർച്ചയുള്ള വാളാണ് മനുഷ്യപുത്രന്റെ വായിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെടുന്നത്. വെളിപാട് 19:21 പറയുന്ന പോലെ വിധി നടപ്പാക്കുന്ന വാളാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവോചനമാകുന്ന വാളിനെ കുറിച്ച് മനസ്സിലാക്കണം. ആ വാൾ, ഈ വാളിന്റെ അധികാരം എന്ന പ്രയോഗത്തിൽ നിന്നാണ് വരുന്നത് മനസ്സിലാക്കണം. ഒപ്പം തന്നെ ശിക്ഷാവിധി ഉറപ്പാക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റണം. വെളിപാട് 19:21 കാണാൻ പറ്റണം. അങ്ങനെയാണ് നമ്മൾ മനുഷ്യപുത്രനെ കുറിച്ച് കാണേണ്ടത്. അവിടുത്തെ വചനം സൂര്യനെ പോലെ, പൂർണ്ണ സൂര്യനെ പോലെ പ്രശോഭിക്കുന്നു. ദൈവത്തിന്റെ മുഖം ഭൂമിയിൽ വെച്ച് തന്നെ ശിഷ്യത്വത്തിന്റെ സമയത്ത് നേരിട്ട് കണ്ടയാളാണ് യോഹന്നാൻ. താബോർ മലയിൽ വെച്ച് മത്തായി സുവിശേഷം 17:2 അവന്റെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടതാണ്. സൂര്യനെ പോലെ ശോഭിക്കുന്ന മുഖം. ആ ക്രിസ്തുവിനെ ഈ മനുഷ്യപുത്രനിൽ കാണുകയാണ്. ഇങ്ങനെ ഈ മനുഷ്യപുത്രനിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ വെളിപാടിന്റെ ദർശനം ഉണ്ടാകുന്നത്. ശിരറ്റം പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ പഴയ നിയമ സാധ്യതകളിൽ നിന്നും ജീവിതാനുഭവത്തിൽ നിന്നും ഒപ്പം തന്നെ ദൗത്യത്തിന്റെ ഭാഗമായ ഒരു ദർശനത്തിൽ സകല മനുഷ്യർക്കും അനുഭവപ്പെടാവുന്ന രീതിയിലും വരച്ചു കാട്ടുകയാണ് യോഹന്നാൻ. ഇത് കേവലം ചിത്രമായിട്ടല്ല, ആ ചിത്രത്തിലൂടെ, ചിത്രീകരണത്തിലൂടെ യോഹന്നാൻ ലക്ഷ്യമാക്കുന്ന സമഗ്രതയിലുള്ള മനുഷ്യപുത്രന്റെ അടയാളത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിട്ട് നമ്മൾ മാറണം. ഇത്തരം ബോധ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അതൊരു കേവല ദർശനത്തെ എത്രത്തോളം, ആ ഒരു കേവല ദർശനത്തിൽ എത്രത്തോളം പഴയ നിയമവും ദൈവവചനവും ദർശനവും എല്ലാം കൂടിച്ചേർന്ന് മിഴവുറ്റതാക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് ഇത്തരത്തിൽ നമ്മൾ ആലോചിക്കുന്നത് വെളിപാട് ഗ്രന്ഥത്തെ സമഗ്രതയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സാധാരണഗതിയിൽ കാണുന്നത് പോലെ കേവല വായനയിലൂടെ തള്ളിവിടാതെ അതിനകത്ത് നാം എത്രത്തോളം ഇഴചേരുന്നുണ്ടെന്നും നമ്മുടെ ഭാവി മഹത്വത്തെ സംബന്ധിച്ച പ്രതീക്ഷയിൽ നമ്മൾ എത്രത്തോളം വളരണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് വെളിപാട്. നാം ഓരോരുത്തരും ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ വളരെ നിസ്സാരരും പോരായ്മയുള്ളവരും ഒക്കെ ആണ്. അതേസമയം തന്നെ ദൈവികതയിൽ ഇങ്ങനെ പങ്കുകാരാണെന്നും ഈ ദൈവിക മഹത്വത്തിന്റെ ഭാഗമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഓരോ മനുഷ്യനെ സംബന്ധിച്ചും, വ്യക്തിപരമായി മാത്രമല്ല, ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ദൈവത്തിന് ഇങ്ങനെ പ്രകാശിക്കേണ്ട, സമ്പൂർണ്ണതയിലേക്ക് ഉയരേണ്ട, മഹത്വത്തിലേക്ക് ഉയരേണ്ട ഒരാളാണ് മനുഷ്യൻ എന്ന കാര്യം ഓർക്കണം. മനുഷ്യത്വത്തെ അങ്ങനെ മാനിക്കാനും പരസ്പരം ബഹുമാനിക്കാനും അവരത്വത്തെ സ്വീകരിക്കാനും കുറവും പോരായ്മയും ഉള്ളപ്പോഴും പ്രത്യാശയിലേക്ക് വരാനും നമുക്ക് കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് വെളിപാട് നമ്മുടെ മുമ്പിൽ വയ്ക്കുക. വെളിപാടിനെ സംബന്ധിച്ച് അടുത്ത ഭാഗങ്ങളിൽ തുടരാം. എവരെയും ഹൃദയപൂർവ്വം നമ്മുടെ ഓൺലൈൻ കോഴ്സുകളിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഒന്നിച്ചായിരിക്കാനും കൂടുതൽ സംവദിക്കാനും ഒക്കെ അവസരം ഉണ്ടാകുന്നത് നല്ലതാണ്. ഇതിന്റെ എല്ലാം ലക്ഷ്യം ഇതാണ്:
നാം കൂടുതൽ കൂടുതൽ ക്രിസ്തുവിനെ അറിയണം, നമ്മിൽ തന്നെയുള്ള ക്രിസ്തുവിനെ അനുഭവിക്കണം, അവരത്വത്തിൽ അനുഭവിക്കണം. അത് കേവല മാനുഷികതയിൽ നിന്ന് ഉയർന്ന ഭാവാത്മകമായ ഒരു തലത്തിലേക്ക് നമ്മെ ഉയർത്തും. സ്നേഹത്തിലും അവരന് വേണ്ടി സ്വയം അർപ്പിക്കുന്നു എന്ന ബോധ്യത്തിൽ ജീവിതത്തെ മുഴുവൻ പ്രയോഗിക്കുന്നതിനും നമ്മെ കരുത്തുള്ളവരാക്കി മാറ്റും. അങ്ങനെയായി മാറുമ്പോഴാണ് ക്രിസ്തു അനുരൂപരായിട്ട് മാറുക. കൂടുതൽ തെളിച്ചത്തോടെ നമുക്ക് സുവിശേഷം ലോകത്തോട് പറയാൻ കഴിയും. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ ഉയരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.